എല്ലാവർക്കും സുഖമല്ലേ? വെൽക്കം ടു മല്ലു ഫുഡ് സ്റ്റോറീസ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഇൻസ്റ്റൻറ്റ് ബ്രെഡ് റസ്മലായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം പാല് തിളപ്പിക്കാൻ വെക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്ത് അതിൽ കുറച്ച് പാലെടുത്ത് മാറ്റി വെച്ചിട്ട് കുറച്ച് കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് കുതിർത്ത് വെക്കുക. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ടാൽ മതി കളറിന് വേണ്ടി. പിന്നെ ഒരു ബൗളിലേക്ക് 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും കൂടിയിട്ട്, അതായത് പാൽപ്പൊടിയും കൂടിയിട്ട് പാലൊഴിച്ചിട്ട് ഒന്നൊന്നും അതിൻ്റെ കട്ടയൊന്നും ഇല്ലാതെ ഇളക്കിയെടുക്കുക. എന്നിട്ട് പാല് തിളച്ച് വരുന്ന സമയത്ത് ആ മേലിൽ കെട്ടിക്കിടക്കുന്ന പാടയൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് താഴേക്കിടുക. ഇൻസ്റ്റൻറ്റ് റസ്മലായി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പാല് വറ്റിച്ചെടുക്കുന്നില്ല കേട്ടോ. നേരെ മറിച്ച് നമ്മൾ മലായി, നല്ല തിക്ക് മലായി, ഒറിജിനൽ മലായി ആണെങ്കിൽ നമ്മൾ 1 ലിറ്റർ പാലാണ് ഇടുന്നതെങ്കിൽ അത് 1/2 ലിറ്ററായിട്ട് കുറുക്കി എടുത്തു കഴിഞ്ഞാൽ കുറുക്കുന്ന സമയത്ത് സൈഡിൽ ഇങ്ങനെ പറ്റി വരുന്ന പാടയൊക്കെ ഇല്ലേ, സ്ക്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കണം. അങ്ങനെയാണ് മലായി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഇൻസ്റ്റൻറ്റ് ആയതുകൊണ്ട് തന്നെ പാല് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗോതമ്പ് പൊടി കലക്കി വെച്ച ആ ഒരു മിക്സ്ചർ ഇല്ലേ, അതിട്ടിട്ട് ഒന്നൊന്ന് ഇളക്കി ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കട്ടിയാവുള്ളൂ. പിന്നെ കുങ്കുമപ്പൂവിൻ്റെ മിക്സ്ചർ ആഡ് ചെയ്യുക. അതില്ലെങ്കിൽ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ കളറിന് വേണ്ടി. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, അതും കൂടി ഇട്ട് ആ ഒരു പഞ്ചസാര മെൽറ്റ് ആവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും തന്നെ നന്നായിട്ട് കട്ടിയായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഇത് തണുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയാവും. പിന്നെ ഇനിയും പാട വരികയാണെങ്കിൽ അതും കൂടി ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവുക. കാരണം ആ ഒരു പാടൻ്റെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ലത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഡ്രൈ ഫ്രൂട്ട്സ്, ഇപ്പോൾ പിസ്താഷ്യോ ആണോ, ബദാമാണോ, നട്ട്സ് ആണോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ടാൽ കടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് സൈഡിൽ നിന്നൊക്കെ സ്ക്രാപ്പ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ റബ്ഡി സെറ്റായി. അതിലേക്ക് ലാസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഏലക്കായ് പൊടി ഇഷ്ടമാണെങ്കിൽ ഏലക്കായ് പൊടി ഇടുക, അല്ലെങ്കിൽ റോസ് വാട്ടറാണ് ഇഷ്ടമെങ്കിൽ റോസ് വാട്ടർ ഒഴിച്ചാൽ മതി കേട്ടോ. ഞാനിവിടെ റോസ് വാട്ടറാണ് ഒഴിച്ചത്. അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ ഒരു പാലിൻ്റെ ഒരു കുത്തൽ വരും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കി കഴിഞ്ഞാൽ നമ്മൾ സംഭവം സെറ്റായി. നമ്മൾ റബ്ഡി റെഡി ആയിട്ടുണ്ട്. ഇൻസ്റ്റൻറ്റ് റബ്ഡി കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൻ്റെ കട്ടി. ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി കട്ടിയാവും. അപ്പോൾ ഇതൊന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ഇതാ ഈ ഒരു പരിവാവും. റസ്മലായി റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ബ്രെഡ് ഇവിടെ റൗണ്ട് ആയിട്ടോ കട്ട് ചെയ്ത്. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ആയിട്ടൊക്കെ കട്ട് ചെയ്താൽ മതി. വെറുതെ സൈഡൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വെറുതെ ഒരു ഫോട്ടോ ഗ്ലാമറിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഈ ഒരു ബ്രെഡ് നമ്മൾ മിക്സ്ചറിൽ ഇങ്ങനെ മുക്കി, അതായത് ഡിപ്പ് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ബ്രെഡ് ഭയങ്കര ഡ്രൈ ആയിപ്പോവും. അപ്പോൾ അത് ഡിപ്പ് ചെയ്തിട്ട് പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുക. അത് നല്ല വരിവരിയായ അസംബ്ലിക്ക് നിരത്തി വെക്കുന്ന പോലെ നിരത്തി വെക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ മലായി അതിൻ്റെ മുകളിൽ കൂടെ ഒഴിക്കുന്നുള്ളൂ. അത് ഒഴിച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ പൊളിക്കും കേട്ടോ. അല്ലെങ്കിലും പൊളിക്കും, പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ക്രീം ഒഴിക്കുന്ന ആ ഒരു സീനില്ലേ, അപ്പം തന്നെ എൻ്റെ കൺട്രോൾ മൊത്തം പോയി കേട്ടോ. പിന്നെ കുറച്ച് ഗാർണിഷിങ് പരിപാടി, നിങ്ങൾ അതിൽ നട്ട്സോ ബദാമോ എന്തുണ്ടെങ്കിലും അത് ഇട്ട് കൊടുക്കുക. കുങ്കുമപ്പൂണ്ടെ അതും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും, ഒരു റെഡ് കളറായി യെല്ലോൻ്റെ മേലെ കൂടെ കാണാൻ വേണ്ടി. പിന്നെ സൈഡിലേക്കും കൂടി ഞാൻ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സംഭവം സെറ്റാണ്. നമ്മൾ ശരിക്കുള്ള റസ്മലായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം റസ്മലായിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. നമ്മൾ ആ ഒരു രസഗുലൊക്കെ കഴിക്കൂലേ, ആ ശരിക്കുള്ള റസ്മലായിൻ്റെ റെസിപ്പി ഞാനൊരു പ്രാവശ്യം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് പിന്നെ ഈസി റെസിപ്പിയാണ്, കഴിക്കാനും അടിപൊളിയാണ്. നിങ്ങളൊരു ഡെസേർട്ട് ലവേഴ്സ് ആണെങ്കിൽ, നിങ്ങൾക്ക് മധുരം ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഒക്കേഷണലി ആണെങ്കിലും വെറുതെ ആണെങ്കിലും, ഇപ്പോൾ കുട്ടികളൊക്കെ ഓൺലൈൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് സ്ട്രെസ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ഈസി റെസിപ്പീസിന് ഓൾവേസ് ഫോളോ മല്ലു ഫുഡ് സ്റ്റോറീസ്.